നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയായ 2 റോഡുകൾ നാടിന് സമർപ്പിച്ചു. പൗർണമി റോഡ്, ഹെൽത്ത് സെന്റർ, കുന്നിൻമുകൾ റോഡ് എന്നിവയാണ് നാടിന് സമർപ്പിച്ചത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കൊപ്പം അമ്മമാർക്കുമായി വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ആരംഭിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന 4ാമത്തെ ബാച്ചിനാണ് പരിശീലനം നൽകുന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഭരണഭാഷാ വാരാഘോഷം നടത്തി. വിവിധ കലാ മത്സരങ്ങളോടെയാണ് ഭരണഭാഷാ വാരാഘോഷം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയായ 2 റോഡുകൾ നാടിന് സമർപ്പിച്ചു. പൗർണമി റോഡ്, ഹെൽത്ത് സെന്റർ, കുന്നിൻമുകൾ റോഡ് എന്നിവയാണ് നാടിന് സമർപ്പിച്ചത്. 14,40,000 രൂപയാണ് റോഡുകളുടെ നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. തൃശൂർ ജില്ലാ പഞ്ചായത്തും ചേർപ്പ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് പൗർണമി റോഡ് നിർമ്മാണം. ഇതിൽ ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ചേർപ്പ് പഞ്ചായത്തിന്റെ 50,000 രൂപയും ചേർത്ത് 10.5 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. വാർഡ് മെമ്പർ പറഞ്ഞ പോലെ തന്നെ പുതിയ റോഡായതിനാൽ വലിയൊരു തുക തന്നെ വേണ്ടിവരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിന് മാത്രം അത്രയും തുക എടുക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ ജില്ലാ പഞ്ചായത്തിൻ്റെയും കൂടി സഹായത്തോടു കൂടിയിട്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷവും ഗ്രാമപഞ്ചായത്തിൻ്റെ 50,000 ചേർത്ത് 10,50,000 രൂപ ചിലവഴിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ റോഡ് ഈ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നമുക്കറിയാം, ഏതൊരു പദ്ധതിയും ഒരു കൂട്ടായ്മയോടുകൂടി അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളുടെ സംവിധാനങ്ങളും അതുപോലെ MLA MP എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഒരു പ്രാദേശിക വികസനം സാധ്യമാകുന്ന സാഹചര്യമുള്ളൂ. ഗ്രാമപഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അപ്പം എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾക്ക് പ്രവർത്തികളെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കൂടിയും ഈ പ്രദേശത്തെ ആളുകളുടെ വളരെ കാലത്തെ ഒരു സ്വപ്നം പൂവണിയുന്ന ഈ വേളയിൽ പങ്കെടുക്കാനും ഇതിലൊരു ഭാഗമാകാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് പൗർണമി റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കും. 10ാം വാർഡിലെ മറ്റൊരു പദ്ധതിയായ ഹെൽത്ത് സെന്റർ കുന്നിൻമുകൾ റോഡിനായി പഞ്ചായത്ത് ചെലവഴിച്ചത് 3,90,000 രൂപയാണ്. കോൺക്രീറ്റ് ചെയ്തതാണ് ഹെൽത്ത് സെന്റർ കുന്നിൻമുകൾ റോഡ്. നിർമ്മാണം പൂർത്തിയാക്കിയ 2 റോഡുകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തോളമായി വളരെ ദുരിതമനുഭവിക്കുന്ന ഒരു പ്രദേശമായിരുന്ന ഒരു സ്ഥലമാണ്. ഇന്നിപ്പോൾ ഇവിടെ സ്വപ്ന തുല്യമായൊരു ഈ പ്രദേശവാസികളുടെ സ്വപ്ന പൂവണി എന്ന രീതിയിൽ ഇന്നിവിടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ 3,90,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് ഹെൽത്ത് സെൻറ്റർ കുന്നിൻമുകൾ റോഡ് ഇവിടെ നിന്ന് ഇപ്പോൾ നാടിന് വേണ്ടി സമർപ്പിക്കുന്നത്. നാട്ടുകാരുടെ ഇത്രയും പ്രദേശം കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം പ്രയാസം അനുഭവിച്ചുകൊണ്ടായിരിക്കും ഇവിടുത്തെ ആളുകൾ നിത്യേനോളം അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിച്ചാലും അതിനുവേണ്ടി ഈ വർക്ക് ഇത്രയും റിസ്ക് എടുത്ത് ഈ വർക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ട് മെമ്പർ കാണിച്ച ധൈര്യവും അത് നടപ്പിലാക്കാൻ വേണ്ടി കൂടെ നിന്ന പ്രയത്നങ്ങളും നമുക്കറിയാം. ഒത്തിരി പ്രശ്നങ്ങൾ ഈ വർക്ക് നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് കരാറെടുത്ത കരാറുകാരുടെ കൂടെ നിന്നുകൊണ്ട് അത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനായിട്ട് മെമ്പറുടെ ഭാഗത്തു നിന്നുള്ള വളരെയധികം ശ്രമമുണ്ടായിട്ടുണ്ട്. 10ാം വാർഡ് മെമ്പർ KB പ്രജിത്ത് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് VN സുരേഷ്, 17ാം വാർഡ് മെമ്പർ സുനിത ജിനു എന്നിവർ സംസാരിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കൊപ്പം അമ്മമാർക്കുമായി വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ആരംഭിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന 4ാമത്തെ ബാച്ചിനാണ് പരിശീലനം നൽകുന്നത്. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു.
എവിടെയൊക്കെയാണ് നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കത്തക്ക രീതിയിലുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് കിട്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ വക്കച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഒരു സർക്കാരിൻ്റെ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനം എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിൽ ചില കാര്യങ്ങൾ ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ ഞാൻ വക്കച്ചേട്ടനോട് പറഞ്ഞു, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടാൻ ഇപ്പോൾ കഴിയും. നാളെ ഞാൻ MLA ആവണമെന്നില്ല. ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എൻ്റെ കുടുംബത്തെ കാര്യമില്ലല്ലോ, നമ്മുടെ കുടുംബമായി നമ്മുടെ അഡാപ്റ്റ് സൊസൈറ്റിയുടെ കുടുംബം നമ്മുടെ സ്വന്തം കുടുംബമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിച്ച് നമുക്ക് ഇടപെടാം എന്ന് പറയേണ്ടായി. അപ്പോഴേക്കും സണ്ണി ഏട്ടൻ വരേണ്ടായി. ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതിൻ്റെ പിന്നാലെയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു പോയതാണ്. എൻ്റെ അടുത്ത് എന്നോട് അവർ പറഞ്ഞത്, സണ്ണി പറഞ്ഞത്, ഞങ്ങൾ MLA ഞങ്ങളിതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കടലാസുകളൊക്കെ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ വിഷമം ഉണ്ടെങ്കിൽ പറയണം, ഇടപെടാൻ. ഇപ്പം നമ്മുടെ അഡാപ്റ്റ് സൊസൈറ്റിക്കാർ ബന്ധപ്പെടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ എൻ്റെ മനസ്സിലുള്ളത്. പറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി, AM വക്കച്ചൻ, സജിത് കുമാർ, അധ്യാപിക ബിന്ദു എന്നിവർ സംസാരിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ അമ്മമാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഭരണഭാഷാ വാരാഘോഷം നടത്തി. വിവിധ കലാ മത്സരങ്ങളോടെയാണ് ഭരണഭാഷാ വാരാഘോഷം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ 2017 എല്ലാ സ്ഥാപനങ്ങളിലും മലയാളം മാത്രം ഉപയോഗിക്കുക എന്നൊരു നിയമം നിലവിൽ വന്നത്. എന്നാൽ പോലും നമ്മളെല്ലാവരും തന്നെ എപ്പോൾ മലയാളം ഉപയോഗിച്ചാലും മറ്റുള്ള സംസ്കാരങ്ങൾ നമുക്ക് കയറി വരും. ഞാനടക്കമുള്ള എല്ലാവർക്കും അതിപ്പോൾ ഒരു കേരളത്തിൻ്റെ ഒരു ജീവിതചര്യ പോലെയാണ്. എന്തായാലും ഇവിടെ എനിക്കൊരു സന്തോഷം തോന്നിയത്, ഞങ്ങൾ 2-3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും കേരള തനിമയുള്ള വസ്ത്രം അണിഞ്ഞിട്ടാണ് വന്നിട്ട്. അതിൽ ഭയങ്കര സന്തോഷം. കുറേ നാളുകളായി ഇങ്ങനെ കണ്ടിട്ട്. എന്തായാലും അത് ഡോക്ടർ അതിന് ഒരു മുൻകൈ എടുത്ത് അങ്ങനെ ചെയ്തതിൽ വളരെ സന്തോഷം. നമ്മളെല്ലാവരും വരും കാലങ്ങളിൽ നമ്മളായാലും നമ്മുടെ മക്കൾക്കായാലും മലയാളം നല്ല രീതിയിൽ മലയാളം സംസാരിക്കാനും അതുപോലെ തന്നെ എഴുതാനും ഉള്ള കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. അതോടൊപ്പം നമുക്കറിയാം, പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ചില ഫാമിലിയിലെ കുട്ടികളെ അച്ഛനമ്മമാരും മലയാളം നന്നായി പഠിപ്പിക്കും. നമ്മൾ അതിശയിച്ച് പോകും അവർ നാട്ടിലെത്തിയിട്ട് മലയാളം പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ. എന്നാൽ പല മാതാപിതാക്കളും അതിന് ശ്രമിക്കാറില്ല. അത് നമ്മുടെ കേരളത്തിനുള്ള ഒരു അവഗണനയാണ്. നമ്മളെല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ തന്നെ മലയാളം പഠിപ്പിക്കാനുള്ള കാര്യങ്ങളും ചെയ്യാം. സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ആയുർവേദ ഡിസ്പെൻസറി, ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിന് കീഴിലുള്ള യോഗ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടിക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ്. വളരെയധികം താല്പര്യപൂർവ്വം നമ്മളെല്ലാവരും വാക്കുകൾ കൊണ്ടൊക്കെ അമ്മാനമാടുന്ന ധാരാളം ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും വർത്തമാനം പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വർത്തമാനം പറയുവാനുള്ള ശേഷിയില്ലാത്ത ആളുകൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ അവരുടെ ഭാവം കൊണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിരിക്കും. അത്രത്തോളം മഹത്തരമായിട്ടുള്ള ഒരു ഭാഷ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആംഗ്യ ഭാഷയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ മാതൃഭാഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ മലയാളം എത്രത്തോളം പറയാതിരിക്കുക എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരും പോയിരിക്കും. മലയാളത്തിൻ്റെ നല്ല രീതിയിലുള്ള തനിമയോടുള്ള വാക്കുകൾ പറഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിരിക്കും. ധാരാളം ആളുകൾ ഭാഷയോട് താല്പര്യപൂർവ്വം ഭാഷയെ ഇഷ്ടപ്പെടുന്ന, ഭാഷയെ സ്വന്തം അമ്മയേക്കാൾ ഉപരി സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ. വാർഡ് മെമ്പർ ഇന്ദിര ജയകുമാർ, മറ്റ് മെമ്പർമാരായ വൃന്ദ ദിനേശ്,
സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനന്ദ, ഫാർമസിസ്റ്റ് മേഘാമോഹൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധയിനം കലാമത്സരങ്ങൾ നടന്നു. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ ജീവനക്കാരും വിവിധ യോഗ വിദ്യാർത്ഥികളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സമൂഹഗാനം, ലളിതഗാനം, കവിതാലാപനം, നാടൻപാട്ടുകൾ, കഥ, നൃത്തരൂപം എന്നീ മത്സരങ്ങളാണ് നടന്നത്. മത്സര വിജയികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മാനവർക്ക് സമത നൽകിയ മകളിതൻ ഭൂമി, മധുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി, ശ്യാമസുന്ദര കേരകേദാര ഭൂമി, മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു കട്ടിൽ വിതരണം. ചേർപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ പദ്ധതിയുടെ ഗുണം പ്രാപ്തമാകട്ടെ എന്നാണ് ആദ്യമേ ആശംസിക്കാനുള്ളത്. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഗുണം ലഭിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഒരു ആശ്വാസകരമായ ഒരു പദ്ധതിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അത് എല്ലാവർക്കും ഗുണകരമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കട്ടിൽ വിതരണം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. 10ാം വാർഡ് മെമ്പർ KB പ്രജിത്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർമാരായ അമ്പിളി അജിത്ത്, അൽഫോൺസ പോൾസൺ, ശ്രുതി വിജിൽ, നസീജ മുത്തലിഫ്, സുനിത ജിനു, പ്രിയലത പ്രസാദ്, ICDS സൂപ്പർവൈസർ രേവതി ജിനാഥ്, അംഗൻവാടി വർക്കർ നിത എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് 4 ലക്ഷം രൂപ വകയിരുത്തി ആണ് കട്ടിലുകൾ വയോജനങ്ങൾക്കായി വിതരണം ചെയ്തത്. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MO ഡെയ്സന് ആദരം. രാജീവ് ഗാന്ധി എഡ്യു ആൻഡ് കൾച്ചറൽ സെന്റർ ചെയർമാന്റെ നേതൃത്വത്തിലായിരുന്നു ആദരം. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ആദരം നിർവഹിച്ചു. രാജീവ് ഗാന്ധി എഡ്യു ആൻഡ് കൾച്ചറൽ സെന്റർ ചെയർമാൻ ഷനിൽ പെരുവനം അധ്യക്ഷനായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, മണ്ഡലം പ്രസിഡന്റുമാരായ K രാമചന്ദ്രൻ, പ്രിയൻ പെരിഞ്ചേരി, സഹകരണ സംഘം പ്രസിഡന്റുമാരായ ജോർജ് ആൻഡോ, MJ വിൻസെന്റ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് ചാക്കേരി, V ഉണ്ണികൃഷ്ണൻ, KR സിദ്ധാർത്ഥൻ എന്നിവർക്ക് പുറമെ പ്രസാദ് കിഴക്കൂട്ട്, പ്രവീൺ ആഞ്ചേരി, AS ഉണ്ണികൃഷ്ണൻ, TN ഉണ്ണികൃഷ്ണൻ, KS വിമൽ, CK ഭരതൻ, KP അനൂപ്, KA നിഷാദ്, IA വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംബേദ്കർ നഗർ കുടിവെള്ള പദ്ധതി നിർമ്മാണത്തിന് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് അംബേദ്കർ നഗർ പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനിൽ കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, അംഗങ്ങളായ റോസ്ലി ജോയ്, TK ഗീത, CK സുനിൽകുമാർ, ഷീല ഹരിദാസ്, TN ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി CM അനീഷ് എന്നിവർ സംസാരിച്ചു. ക്ലീൻ ചേർപ്പ് പദ്ധതി മുഖേന പഞ്ചായത്ത് 6 പുല്ലുവെട്ട് മെഷീനുകൾ വാങ്ങി. മാലിന്യമുക്ത കേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള തുടർ പ്രവർത്തനങ്ങൾക്കാണ് മെഷീനുകൾ വാങ്ങിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ലീൻ ചേർപ്പ് എന്ന പേരിൽ നമ്മൾ പഞ്ചായത്തിന്റെ പദ്ധതി കണക്കിന് ഉപയോഗിച്ചുകൊണ്ട് 6 പുല്ലുവെട്ട് മെഷീൻ നമ്മൾ വാങ്ങിക്കുകയുണ്ടായി. അത് വാർഡുകളിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമുക്ക് അവർക്ക് മഷോൾ അടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പൊതുവഴികളെല്ലാം നമുക്ക് വൃത്തിയാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ആസ്തി നിർമ്മിക്കുന്ന വർക്കുകൾ മാത്രം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ നിരവധി പരാതികൾ ഗ്രാമസഭകളിൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പദ്ധതി മാലിന്യമുക്ത നവകേരളവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ചേർപ്പ് എന്ന പേരിൽ നമ്മൾ ഈ മെഷീൻ വാങ്ങിച്ചിട്ടുള്ളത്. 6 മെഷീൻ 22 വാർഡുകളിലേക്കായിട്ട് കൃത്യമായ മാനദണ്ഡങ്ങളോട് കൂടി കൊടുത്ത് നമ്മുടെ വാർഡുകളിലെ നമ്മുടെ പൊതുവഴികളെല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മത്തിന് വേണ്ടി ഈ മെഷീൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മളിവിടെ നിർവഹിക്കുകയാണ്.
വൈസ് പ്രസിഡന്റ് VN സുരേഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, വാർഡ് മെമ്പർമാരായ ശ്രുതി വിജിൽ, ജിജി പെരുവനം, KB പ്രജിത, K കൃഷ്ണകുമാർ, പ്രിയലത പ്രസാദ് എന്നിവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഏതാനും വർഷം പൊതുവഴികൾ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ചെയ്തിരുന്നു. എന്നാൽ ആസ്തി സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളെന്ന നിയമം വന്നതോടെ പുല്ല് വളർന്നും അതിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സാഹചര്യം കൂടി വരുന്നതും ഗ്രാമസഭയിൽ ഉൾപ്പെടെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇതിനു പരിഹാരമെന്ന നിലയിലാണ് പുല്ലുവെട്ടി മെഷീനുകൾ വാങ്ങിയത്. മെമ്പർമാരുടെ ഉത്തരവാദിത്വത്തിലാണ് വാർഡിൽ ആവശ്യമായ പ്രവൃത്തികൾക്കായി മെഷീനുകൾ കൈമാറുക. വരുന്ന വർഷങ്ങളിൽ പദ്ധതി വെച്ച് ഈ പ്രവൃത്തി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചേർപ്പ് ഹെൽത്ത് സെന്ററിൽ പബ്ലിക് ഹെൽത്ത് വിഭാഗത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്ത് ഹെൽത്ത് ഗ്രാൻഡ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് അധ്യക്ഷയായി. ഹസീന അക്ബർ, സ്ഥിരം സമിതി അധ്യക്ഷൻ ജെറി ജോസഫ്, അംഗങ്ങളായ റോസ്ലി ജോയ്, TN ഉണ്ണികൃഷ്ണൻ, CK സുനിൽകുമാർ, അനിത മണി, TK ഗീത, സെക്രട്ടറി CM അനീഷ്, സൂപ്രണ്ട് ഡോക്ടർ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ബിഗ് ബോസ് താരം അനീഷിന് വോട്ട് തേടി പാറളം പഞ്ചായത്തിലെ മാരത്തോൺ ഓട്ടക്കാരുടെ കൂട്ടായ്മ. ടീം മാർത്തയാണ് അനീഷിന് വിജയം നേർന്ന് ഫൺ റൺ എന്ന പേരിൽ മാരത്തോൺ സംഘടിപ്പിച്ചത്. ബിഗ് ബോസിലൂടെ പാർലം പഞ്ചായത്തിന്റെ ഒന്നടങ്കം പിന്തുണയാണ് അനീഷ് എന്ന കലാകാരനെ തേടിയെത്തുന്നത്. ഇതിന് പ്രത്യക്ഷമായ പ്രതികരണമാവുകയാണ് ടീം മാർത്ത സംഘടിപ്പിച്ച ഫൺ റൺ മാരത്തോൺ. ബിഗ് ബോസിന്റെ വിധി നിർണയത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് അനീഷിനായി ടീം മാർത്ത എന്ന മാരത്തോൺ ഓട്ടക്കാരുടെ കൂട്ടായ്മ രംഗത്തെത്തുന്നത്. ബുധനാഴ്ച രാവിലെ മനക്കുടി ശാസ്താംകടവ് കോൾപ്പാടം റോഡിലായിരുന്നു ഫൺ റൺ മാരത്തോൺ. 6 കിലോമീറ്റർ ദൂരമായിരുന്നു ഫൺ റൺ മാരത്തോണിനായി നിശ്ചയിച്ചത്. ടീം മാർത്തയിലെ മുതിർന്ന അംഗമായ പ്രതാപൻ കുണ്ടോളി ഫൺ റൺ മാരത്തോണിന് നേതൃത്വം നൽകി. ബിഗ് ബോസിൽ അനീഷിനായി വോട്ട് ചെയ്യാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോടന്നൂർ സ്വദേശിയായ നമ്മുടെ ബിഗ് ബോസിലെ അഭിനേതാവ് അനീഷിന് പാറളം റണ്ണേഴ്സിൻ്റെ ടീം മാർത്തയുടെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവരും അനീഷിന് വേണ്ടി വോട്ട് ചെയ്യുക. വോട്ട് ഫോർ അനീഷ്. 30-ലേറെ അംഗങ്ങളാണ് ടീം മാർത്തയിലുള്ളത്. ഇതിൽ ഭൂരിഭാഗം പേരും ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നടക്കുന്ന മാരത്തോൺ മത്സരങ്ങളിലെ സ്ഥിരം സാന്നിധ്യങ്ങളാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയായ 2 റോഡുകൾ നാടിന് സമർപ്പിച്ചു. പൗർണമി റോഡ്, ഹെൽത്ത് സെന്റർ, കുന്നിൻമുകൾ റോഡ് എന്നിവയാണ് നാടിന് സമർപ്പിച്ചത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കൊപ്പം അമ്മമാർക്കുമായി വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം ആരംഭിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന 4ാമത്തെ ബാച്ചിനാണ് പരിശീലനം നൽകുന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഭരണഭാഷാ വാരാഘോഷം നടത്തി. വിവിധ കലാ മത്സരങ്ങളോടെയാണ് ഭരണഭാഷാ വാരാഘോഷം സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.